നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20/12/2023 ഇന്ന് PSC പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം. ഇന്ന് PSC 9 ഷോർട്ട് ലിസ്റ്റുകളും ഒരു റാങ്ക് ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യ ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫോറസ്റ്റ് ഡ്രൈവർ. കാറ്റഗറി നമ്പർ 111/2022. 5/9/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 48.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 30 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 50 പേരുമാണുള്ളത്. ആകെ 80 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് ആലപ്പുഴ ജില്ലയിലേക്ക് വിശ്വകർമ്മ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. കാറ്റഗറി നമ്പർ 790/2022. 8/8/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 36 മാർക്കാണ്. 11 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് ആലപ്പുഴ ജില്ലയിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. കാറ്റഗറി നമ്പർ 789/2022. 8/8/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 31.33 മാർക്കാണ്. 10 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 2 ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഫൈനാൻസ് മാനേജർ. കാറ്റഗറി നമ്പർ 263/2022. 21/7/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 26.67 മാർക്കാണ്. 5 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ഷോർട്ട് ലിസ്റ്റ് PWDയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 1. കാറ്റഗറി നമ്പർ 744/2021. 15/6/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 47.67 മാർക്കാണ്. 35 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 7 ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കൊമേഴ്സ്. കാറ്റഗറി നമ്പർ 399/2022. 21/6/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 39 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 27 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 74 പേരുമാണുള്ളത്. ആകെ 101 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ ഷോർട്ട് ലിസ്റ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആംബുലൻസ് അസിസ്റ്റന്റ്. കാറ്റഗറി നമ്പർ 261/2022. 5 ഘട്ടങ്ങളിലായി നടന്ന കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് 39.71 മാർക്കാണ്. 42,128 പേരാണ് മെയിൻ പരീക്ഷയ്ക്കായി യോഗ്യത നേടിയിരിക്കുന്നത്. നിലവിൽ ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എട്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. കാറ്റഗറി നമ്പർ 678/2022. 16/6/2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 53.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 97 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 131 പേരുമാണുള്ളത്. ആകെ 228 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 38 ഒഴിവുകളാണ് നിലവിൽ PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒൻപതാമത്തെ ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കൂലി വർക്കർ. കാറ്റഗറി നമ്പർ 493/2022. ഈ വർഷം നടന്ന കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് 32.4029 മാർക്കാണ്. 36,569 പേരാണ് മെയിൻ പരീക്ഷയ്ക്കായി യോഗ്യത നേടിയിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. ഇന്ന് PSC പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് നോക്കാം. കാറ്റഗറി നമ്പർ 261/2021. കോട്ടയം ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ബൈൻഡർ ഗ്രേഡ് 2. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 9 പേരുമാണുള്ളത്. ആകെ 19 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 6 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് PSC പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും. ഇന്ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.